തഖ്വയുമില്ലാതെ തെറ്റ് ചെയ്യുന്നവരായി മാറിയാൽ അല്ലാഹു പറയുന്നു, ഭരണാധികാരികളുടെ മനസ്സ് ഞാൻ എന്റെ അടിമകൾക്കെതിരെ തിരിക്കും, അവരെ എല്ലാ ശിക്ഷയും വലിയ ശിക്ഷ ഭരണാധികാരികൾ ശിക്ഷിക്കും. അപ്പോൾ ചിലരെന്താ വിചാരിക്കുക, നമ്മൾ നല്ല പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യം വിളിച്ചാൽ മതി എന്നാണ്. പറ്റൂല, പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യം പറ്റൂല. അതേ സമയത്ത് ന്യായമായ മുദ്രാവാക്യം വിളിക്കാം, ന്യായമായ റാലി നടത്താം, നിയമപരമായ സമ്മേളനം ചേരാം. പ്രകോപനം ഉണ്ടാക്കാൻ പറ്റൂല. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഫലാ തസ്ഗലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്. ഭരണാധികാരികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിയമം കൊണ്ടുവരുമ്പോ നിങ്ങൾ ഭരണാധികാരികളെ പേരെടുത്ത് അവർക്കെതിരെ പ്രാർത്ഥിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. അവരുടെ പേരെടുത്ത് അവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നടത്തി നേരം കളയണ്ട. വലാകിനിസ്ഖലു അൻഫുസകും. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലാകിനിസ്ഖലു അൻഫുസകും. നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ ഡ്യൂട്ടി കൊടുക്കണം. എന്താ ഡ്യൂട്ടി? ബിദ്ദിക്രി വത്തളറുഇ. നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലണേ. വത്തളറുഇ, അല്ലാഹുവിനോട് താണുകേണ് പ്രവർത്തനതാ പ്രാർത്ഥിക്കണേ. എന്നോട് ദുആ നടത്തിക്കോ, എനിക്ക് ദിക്ർ ചൊല്ലിക്കോ, രഹസ്യത്തിലും പരസ്യത്തിലും എന്നെ ഓർമ്മിച്ചോ. കൈ അക്ഫിയക്കും മുലൂകക്കും. നിങ്ങളെ ഭരണാധികാരികളെ കാര്യം ഞാൻ ശരിയാക്കി തരാം, അവരെ മനസ്സ് ഞാൻ മാറ്റിത്തരാം. അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് മനസ്സ് തിരിച്ചോ, എന്നോട് പ്രാർത്ഥിച്ചോ, എനിക്ക് ദിക്ർ ചൊല്ലിക്കോ. മിസ്കാത്തിലടക്കം ഈ ഹദീസ് കാണാമല്ലോ മുതഅല്ലിമീങ്ങളെ. അതേ സമയത്ത് ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഏകദേശം ഇതുപോലുള്ള മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോ അതിൽ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്താണത്? വലാ തസ്ഗലു അൻഫുസകും ബിസബബിൽ മുലൂകി വലാ തതൂബു ഇലൈഹിം. നിങ്ങളാരും തന്നെ ഭരണാധികാരികളെ കൊള്ള തൗബ ചെയ്യണ്ട, ഭരണാധികാരികളോട് ഖേദം പ്രകടിപ്പിക്കണ്ട. തൂബു ഇലയ്യ, എന്നിലേക്ക് തൗബ ചെയ്തോ, എന്നോട് ഖേദിച്ച് മടങ്ങിക്കോ. ഉഅത്തിഫു ഖുലൂബഹും അലൈക്കും. ആ ഭരണാധികാരികളെ മനസ്സ് ഞാൻ മയമുള്ളതാക്കി തരും. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം.